IG TJ ജോസിന്റെ കോപ്പിയടിയുമായി ബന്ധപ്പെട്ട ADGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനം. മുഖ്യമന്ത്രിയുമായി ആഭ്യന്തരമന്ത്രി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം. തൃശൂർ മേഖലാ IG സ്ഥാനത്ത് നിന്ന് ജോസിനെ മാറ്റി. സുരേഷ് രാജ് പുരോഹിതനാണ് പകരം ചുമതല. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു IG പരീക്ഷയിൽ കോപ്പിയടിച്ചതായി ആരോപണമുയർന്നത്. ആരോപണം അന്വേഷിക്കാൻ ഉത്തരമേഖലാ ADGP N ശങ്കർ റെഡ്ഡിയെ ആഭ്യന്തരമന്ത്രി ചുമതലപ്പെടുത്തുകയും ചെയ്തു. പരീക്ഷാ കേന്ദ്രമായ കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തിയ ADGP കോപ്പിയടിച്ചതിന് തെളിവില്ലെന്ന് DGPക്ക് റിപ്പോർട്ട് നൽകി. IG ഉത്തരമെഴുതിയ 5 ഷീറ്റുകൾ വിശദ പരിശോധന നടത്തി കോപ്പിയടി നടന്നിട്ടില്ലെന്ന് ADGP തെളിവും നിരത്തി. തുണ്ടുകടലാസ് തൂവാലയിൽ പൊതിഞ്ഞ് IG കോപ്പിയടിച്ചെങ്കിൽ തുണ്ടുകടലാസ് എവിടെയെന്നും ADGP റിപ്പോർട്ടിൽ ചോദിക്കുന്നു. എന്നാൽ ADGP സമർപ്പിച്ച ഈ റിപ്പോർട്ട് മണിക്കൂറുകൾക്കകം തള്ളിയ ആഭ്യന്തരമന്ത്രിയുടെ നടപടി വൻ വിവാദമായി. കോപ്പിയടിച്ചില്ലെന്ന് റിപ്പോർട്ട് നൽകേണ്ടത് സർവകലാശാലയാണെന്ന വിചിത്രവാദമാണ് ആഭ്യന്തരമന്ത്രി ഉന്നയിക്കുന്നത്. ADGPയുടെ റിപ്പോർട്ട് തള്ളി സംഭവത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് രമേശ് ചെന്നിത്തല ഉത്തരവിടുകയും ചെയ്തു. മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ചാണ് തീരുമാനമെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. തൃശൂർ റേഞ്ച് IG സ്ഥാനത്ത് നിന്ന് TJ ജോസിനെ നീക്കി പകരം സുരേഷ് രാജ് പുരോഹിതന് ചുമതലയും നൽകി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന IG TJ ജോസ് കോൺഗ്രസിലെ ഗ്രൂപ്പ് വൈരത്തിന്റെ ഇരയായി കോപ്പിയടി വിവാദത്തിൽ കുടുങ്ങിയതാണെന്ന് ആരോപണമുയർന്നിരുന്നു. IGയെ കുറ്റവിമുക്തനാക്കി ADGP നൽകിയ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി തള്ളിയതോടെ ഈ സംശയം കൂടുതൽ ബലപ്പെടുകയും ചെയ്യുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.